ആദിശേഖർ കാട്ടാക്കട ആദിശേഖർ കൊലക്കേസിൽ പ്രതികൾക്ക് ജീവപര്യന്തം ശിക്ഷ. പ്രതി പ്രിയരഞ്ജന് ജീവപര്യന്തം തടവ് ശിക്ഷ 10 ലക്ഷം. CCTV ദൃശ്യമാണ് ഇതിനകത്ത് ഏറ്റവും നിർണായകമായ തെളിവായത്. CCTV ദൃശ്യം കിട്ടിയത് കൊണ്ടാണ് ഇത് ആ പ്രതി 27 മിനിറ്റ് കാത്തുനിന്ന് ഒരു കാരണവും കൂടാതെ അവിടെ കാത്തുനിന്ന ശേഷം കുട്ടിയെ കയറ്റിയിറക്കി ഇടിച്ചു കൊന്ന് വാഹനം കയറ്റിയിറക്കി കൊണ്ടുപോയതായിട്ട് CCTV ദൃശ്യത്തിലാണ് തെളിഞ്ഞത്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മറ്റ് ശാസ്ത്രീയ തെളിവുകളും അത് കിട്ടി. കോടതി തന്നെ നിരീക്ഷിച്ചിരിക്കുന്നത് ആക്ച്വലി അതൊരു കോടതിക്ക് തന്നെ നേരിട്ട് കാണും പോലെ ഈ ദൃശ്യം കണ്ടു എന്ന്. കാരണം കോടതിയിൽ ഇത് ഈ CCTV ദൃശ്യം പ്രദർശിപ്പിച്ച് അത് തെളിവെടുത്തിരുന്നു. അപ്പോൾ ആ സമയത്ത് കോടതിക്ക് ആർഗ്യുമെൻറ്റിൻ്റെ സമയത്ത് എൻ്റെയും അതുപോലെ പ്രതിഭാഗത്തിൻ്റെയും വാദം നടക്കുന്ന സമയത്ത് കോടതി പറഞ്ഞു എന്ത് ആർഗ്യൂ ചെയ്താലും നേരിട്ട് കോടതി കാണുന്നത് പോലെ ദൃശ്യങ്ങൾ മുമ്പിലുണ്ടല്ലോ എന്ന ഒരു പരാമർശവും കോടതിയിൽ നിന്നുണ്ടായിരുന്നു. ഇത് 302 IPC കൊലക്കുറ്റം മാത്രമാണ് ഇതിനകത്ത് തെളിഞ്ഞിരിക്കുന്നത്. അതിനാണ് ഈ ജീവപര്യന്തം തടവും അതുപോലെ 10 ലക്ഷം രൂപ പിന്നെ പെനാൽറ്റിയും വന്നിരിക്കുന്നത്. കുട്ടികളുടെ മൊഴി വളരെയധികം, കാരണം ഇതിനകത്ത് മരണപ്പെട്ട ആദിശേഖരനോടൊപ്പം ഫുട്ബോൾ കളിച്ച മറ്റു 3 കുട്ടികൾ കൂടി ഉണ്ടായിരുന്നു. ആ 3 കുട്ടികളും വളരെ കൃത്യമായിട്ട് അന്ന് എന്താണ് അവിടെ നടന്നത് എന്ന് വളരെ ലിങ്കിങ് എവിഡൻസ് ആ കുട്ടികൾ. ഒരു കുട്ടി നീരജ് എന്ന് പറയുന്ന കുട്ടി, അയാൾ അന്നൊരു 11 വയസ്സ് പ്രായമുള്ള കുട്ടിയായിരുന്നു. ആ കുട്ടിയെ വളരെ നല്ല രീതിയിൽ ക്രോസ് എക്സാമിനേഷനൊക്കെ ചെയ്തെങ്കിലും ആ കുട്ടി നേരിട്ട് കണ്ട കൃത്യമായിട്ടും കോടതിയിൽ പറഞ്ഞതും വളരെയധികം നല്ലൊരു നിർണായകമായ തെളിവായിരുന്നു. ഒരു നിഷ്കളങ്കനായ കുട്ടിയാണ്. ഒരു ചെറിയൊരു വാക്കുതർക്കത്തിൻ്റെ പേരിൽ എൻ്റെ ജീവൻ എടുത്തു. അതുകൊണ്ട് പരമാവധി ശിക്ഷയായിരുന്നു. തീർച്ചയായിട്ടും, കാരണം അത് ഒരു മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ഒരു കാര്യമായിരുന്നു എന്നുള്ളത് എനിക്ക് കോടതിയിൽ പറയാതിരിക്കാൻ കഴിഞ്ഞില്ല. കാരണം ഇതിലൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ 14 വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടിയെ കൊലപ്പെടുത്താൻ കണ്ടെത്തിയ ആയുധമെന്ന് പറയുന്നത് വളരെയധികം ഒരു അപൂർവങ്ങളിൽ അപൂർവമായ കാര്യമായിരുന്നു. കാരണം പെട്ടെന്ന് ഏതെങ്കിലും തരത്തിൽ ഇത് പുറത്തു വന്നാൽ ഇത് വെറും ഒരു അപകടമായിട്ട് മാത്രമേ ഇത് മറ്റുള്ളവർ കാണാവൂ എന്ന ഒരു പ്രീ കാൽക്കുലേറ്റഡ് ഇൻറ്റൻഷൻ ഈ പ്രതിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഇലക്ട്രിക് കാർ തന്നെ ഇതിനെ ആയുധമാക്കി ഉപയോഗിക്കുകയായിരുന്നു. എന്നിട്ട് കയറ്റി ഇറക്കി കൊണ്ടുപോയി. കാരണം ആ ദൃശ്യങ്ങൾ കണ്ടാൽ അത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും അതൊരു ഇൻറ്റൻഷനൽ മർഡർ ആണ് എന്നുള്ളത്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഈ കേസിൻ്റെ. കൂടാതെ ഈ കുഞ്ഞിന് വളരെ വളരെ ബുദ്ധിമാനും വളരെ നല്ല ഒരു കുട്ടി, എല്ലാ പൊതുകാര്യത്തിലും ഇടപെടുന്ന വളരെ നല്ലൊരു കുട്ടിയായിരുന്നു. അപ്പോൾ വെറും 15 വയസ്സ് പ്രായമുള്ള ഈ കുട്ടിയെ അതിക്രൂരമായിട്ട് ഇങ്ങനെ കൊലപ്പെടുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്നത് തന്നെയായിരുന്നു എന്ന് തന്നെയായിരുന്നു എൻ്റെ വാദം. താങ്ക് യു. ആദിശേഖർ കേസിൽ കാട്ടാക്കട 10ാം ക്ലാസ്സുകാരൻ ആദിശേഖർ കൊലക്കേസിലെ പ്രോസിക്യൂഷൻ ആണ് ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ടത്. ഇതിൻ്റെ വിവരങ്ങളുമായി സുലേഖ കൂടി ചേരുകയാണ്. സുലേഖ, ഇതിൽ പരമാവധി ശിക്ഷ ഉറപ്പാക്കണമെന്നാണ് പ്രോസിക്യൂഷൻ വാദിച്ചത്. അതുകൊണ്ട് പ്രതിക്ക് പ്രിയരഞ്ജന് ജീവപര്യന്തം തടവും 10 ലക്ഷം രൂപ പിഴയും. 10 ലക്ഷം രൂപ ആദിശേഖറിൻ്റെ മാതാപിതാക്കൾക്ക് നൽകണമെന്നും കോടതി നിർദ്ദേശിച്ചു അല്ലേ? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ, വിധിയുടെ വിശദാംശങ്ങൾ, ഒപ്പം പ്രോസിക്യൂട്ടർ പറഞ്ഞ കാര്യങ്ങൾ? അജിംഷാ, തീർച്ചയായും അത് തന്നെയാണ്. ജീവപര്യന്തം ശിക്ഷ തന്നെയാണ് കോടതി ആദിശേഖർ കൊലപാതകത്തിൽ പ്രതിക്ക് വിധിച്ചിട്ടുള്ളത് എന്നുള്ളത് തന്നെയാണ്. അതിനൊപ്പം തന്നെ 10 ലക്ഷം രൂപയും ഇതിനൊപ്പം കോടതി വിധിച്ചിട്ടുണ്ട്. എന്തായാലും നേരത്തെ ഈ ആദിശേഖറിൻ്റെ പിതാവിൻ്റെ കുടുംബത്തിൻ്റെ ആവശ്യം എന്നുള്ളത് ഇത്തരത്തിൽ അടുത്ത ശിക്ഷ നൽകണമെന്നത് തന്നെയായിരുന്നു. ആദിശേഖറിൻ്റെ പിതാവ് നമുക്കൊപ്പം ചേരുന്നു. എങ്ങനെയാണ് ഈ കോടതി വിധിയെ കാണുന്നത്? കോടതി വിധിയിൽ പൂർണ്ണ തൃപ്തിയുണ്ടോ എന്ന് ചോദിച്ചാൽ പൂർണ്ണ തൃപ്തിയില്ല. എങ്കിലും ഇതൊരു സമൂഹ മനസാക്ഷിക്ക് ഇതൊരു ശക്തമായൊരു സന്ദേശമാണ് ഈ വിധി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ സംഭവത്തിന് നാൾ വഴി സംഭവം ഇതിൻ്റെ തുടക്കമെന്ന് പറയുന്നത് 2023 ഏപ്രിൽ 19 പ്രതി ക്ഷേത്ര കോമ്പൗണ്ടിൽ അല്ലെങ്കിൽ ക്ഷേത്രത്തിൻ്റെ പുറകുവശത്ത് ഒരു ഓഡിറ്റോറിയമുണ്ട്. ഓഡിറ്റോറിയത്തിന് സമീപം കുട്ടികൾ കളിക്കുന്ന ഒരു വോളിബോളൊക്കെ സൂക്ഷിക്കുന്ന ഒരു ക്ലബ് റൂമുണ്ട്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ പ്രതി മൂത്രമൊഴിച്ചപ്പോൾ കുട്ടി ചോദ്യം ചെയ്തു. കുട്ടി പാല് വാങ്ങി വരികയായിരുന്നു. കുട്ടി പറഞ്ഞു, ഇങ്ങനെ ക്ഷേത്രമല്ലേ മാമ, ഇത് നാണമില്ലേ, ഇത് ഇങ്ങനെ മൂത്രമൊഴിക്കാൻ നാണമില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ പ്രതി കുട്ടിയെ അടിക്കാനായിട്ട് ഓങ്ങി. പ്രതിയിൽ നിന്ന് രക്ഷപ്പെട്ട് കുട്ടി നേരെ വന്ന് എന്നോട് ഈ കാര്യം പറഞ്ഞു. അതിൻ്റെ വൈരാഗ്യമാണ്. അതിനുശേഷം 1 മാസം കഴിഞ്ഞ് കുട്ടിയുടെ കൈ പിടിച്ച് പ്രതി തിരിക്കുന്നുണ്ട്. അതും കഴിഞ്ഞ് ഓഗസ്റ്റ് 30-ാം തീയതി 3ാം ഓണത്തിനാണ് പ്രതി കുട്ടിയെ അരമണിക്കൂറോളം കാത്തുനിന്ന് പ്രതിയെ കൊലപ്പെടുത്തുകയുണ്ടായത്. ആദ്യം ഒരു അപകട മരണമാണ്. കാരണം ഇത് CCTV ദൃശ്യമൊന്നും ആരും കണ്ടില്ല. അപ്പോൾ പോലീസും നാട്ടുകാരും ഞങ്ങളും ഒക്കെ ഇതൊരു അപകടം എന്ന് തന്നെയാണ് വിശ്വസിച്ചിരുന്നത്.
എങ്ങനെയാണ് പിന്നെ CCTV ദൃശ്യം വന്നിട്ടുണ്ട്. പിന്നെ കൂടെ കളിച്ച കുട്ടികൾ യാഥാർത്ഥ്യം പറഞ്ഞു. അതുപോലെ ഈ രക്ഷാപ്രവർത്തനത്തിന് മാർഗ്ഗതടസ്സമായിട്ട് ഇയാളുടെ കാർ അവിടെ ഫ്രണ്ടിലിട്ടിരുന്നു. ആൾക്കാർ പറഞ്ഞിട്ട് മാറ്റി കൊടുത്തിട്ടില്ല. അത് കഴിഞ്ഞ് പ്രതി 13 ദിവസം ഒളിവിൽ പോവുകയാണ് ഉണ്ടായത് തമിഴ്നാട്ടിൽ. അങ്ങനെ കുറേ കാര്യങ്ങൾ ഇപ്പോൾ ഇത് പൂർണ്ണമായിട്ടും ഇതാണെന്ന് അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടു. പോലീസിന്റെ അന്വേഷണത്തെ എങ്ങനെയാണ്? പോലീസ് വളരെ കാര്യക്ഷമമായിട്ട് അന്വേഷിച്ചു. സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ഞങ്ങൾക്ക് അനുവദിച്ചിട്ടുണ്ട്. അദ്ദേഹം അഡ്വക്കേറ്റ് വിനീത് കുമാർ സാറും വളരെ കാര്യക്ഷമമായിട്ട് ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോയി. കേസ് അന്വേഷണ ഉദ്യോഗസ്ഥൻ ഷിബു സാർ, അദ്ദേഹത്തിൻ്റെ ഒരു ശ്രമഫലമായിട്ടാണ് കൃത്യസമയത്ത് തന്നെ ചാർജ് ഷീറ്റ് കൊടുക്കാൻ കഴിഞ്ഞു. സാർ വളരെ കാര്യക്ഷമമായിട്ട് സാറും അന്വേഷിച്ചിട്ടുണ്ട് ഈ കേസ്. തീർച്ചയായിട്ടും ജിംഷാദ് അത് തന്നെയാണ്. ഇത്തരത്തിൽ കേസിൻ്റെ അന്വേഷണം തന്നെയാണ്. അതായത് CCTV അടക്കം സാക്ഷി മൊഴികളടക്കം സാഹചര്യ തെളിവുകളൊക്കെ ശേഖരിച്ചുകൊണ്ട് തന്നെയാണ് പോലീസ് ഈ കേസിൻ്റെ അന്വേഷണം നടത്തിയിട്ടുള്ളത്. ആ അന്വേഷണത്തിന് മികവ് തന്നെയാണ് ഈ വെറും ഒരു അപകട മരണമാണ് എന്ന് ആദ്യഘട്ടത്തിൽ പറഞ്ഞ ഈ ആദിശേഖറിൻ്റെ കൊലപാതകമാണെന്ന് തെളിയുകയും ഇപ്പോൾ കോടതി വിധി അനുസരിച്ച് പ്രതിക്ക് ജീവപര്യന്തം തടവ് ശിക്ഷയും ഒപ്പം 10 ലക്ഷം രൂപ. സുലേഖയാണ് സമഗ്രമായ വിവരങ്ങൾ നൽകിയത്.